നമസ്കാരം. ഞാൻ കലാശാല മുരളി. 2025 സെപ്റ്റംബർ 14 മുതൽ 20 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ നക്ഷത്രഫലമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ മിഥുനക്കൂറിന്റെ ഫലമാണ് പറയുന്നത്. മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നത് മകയിര, വര, തിരുവാതിര, പുണർതം, മുക്കാല് ഈ നക്ഷത്രങ്ങളാണ്. പൊതുവെ മോശകരമായ ചില അനുഭവങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. അതുകൊണ്ടൊന്നും മനപ്രയാസപ്പെടുകയോ പരിഭ്രമിക്കുകയോ ഒന്നും വേണ്ട. ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ എല്ലാ മോശ അനുഭവങ്ങൾക്കും പരിഹാരങ്ങൾ ഉണ്ടാവും. പ്രവൃത്തി മേഖലയിൽ വിഘ്നങ്ങൾ ഉണ്ടാവും, തടസ്സങ്ങൾ. പല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് മാറാൻ ഉള്ള മാനസികാവസ്ഥയിലായിരിക്കും. അതൊന്നും ജീവിതത്തിൽ ഉണ്ടാകണ്ട. മുന്നോട്ട് തന്നെ പോകാനുള്ള ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ശത്രുക്കൾ ശക്തരാകും. സ്ത്രീകൾ മൂലം ചില അപമാനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രവൃത്തി മേഖലയിൽ വളരെ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കേണ്ടതായിട്ടിരിക്കുന്നുണ്ട്. പൊതുപ്രവർത്തകർക്ക് വളരെ ക്ഷീണകരമായ അവസ്ഥകളൊക്കെ ഉണ്ടാകും. ആരോപണങ്ങളെ നേരിടേണ്ടി വരും. പ്രവൃത്തി മേഖലയിൽ മേലധികാരികളുടെ അപ്രീതി ഉണ്ടാവുകയും സ്ഥാനചലനത്തിന് ഇടവരികയും ചെയ്യും. പരദേശാഗമനത്തിനിടയുണ്ട്. എങ്കിൽ തന്നെയും ആഴ്ചയുടെ അന്ത്യത്തിൽ അപ്രതീക്ഷിത ധനവരവുണ്ടാകും. സന്താന ഗുണം, ജീവിത പങ്കാളി മുഖാന്തരമുള്ള ധനവരവ്, കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാവുക, ഈ ഫലങ്ങളും നമുക്ക് വന്നു ചേരും. ചീത്തഫലങ്ങൾക്കൊക്കെയും പരിഹാരമായി ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തുകയും ശനീശ്വരന് നെയ്യഭിഷേകം നടത്തുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ ചീത്തഫലങ്ങൾക്കൊക്കെയും ഒരു പരിധിവരെയുള്ള പരിഹാരങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു നല്ല അനുഭവങ്ങളോട് കൂടിയ ഒരാഴ്ച ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.